ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻ മൈ പാഷൻ. ഇൻ മൈ പാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസുകളെല്ലാം 199, 249, 275 എന്നീ റേഞ്ചുകളിലുള്ള പ്ലാൻസുകളാണ്. ഒരു 3-4 വർഷം ഏജുള്ള പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 199 രൂപയുടെ പ്ലാൻസുകളാണ്. ഓരോ പ്ലാൻസും അതിൻ്റെ കോഡക്സ്, പ്ലാൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടു നോക്കിയിട്ട് നമുക്ക് വേണ്ട പ്ലാന്റിനെ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. പ്ലാന്റ്സ് 3 മുതൽ 4 വർഷം വരെ ഏജുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ അല്പം നോട്ടക്കുറവുകൊണ്ട് അതിൻ്റെ കോഡക്സിൻ്റെ വലുപ്പമൊക്കെ കുറഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ. ഇതേ വെറൈറ്റി തന്നെ 4 എണ്ണം ഉണ്ട്. ഇത് നല്ല വലിപ്പമുള്ള സിംഗിൾ പെറ്റിലാണ്. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. ഒരുപാട് ഫ്ലവർ ഉണ്ടാവും. ഫ്ലവറിന് നല്ല വലിപ്പമുണ്ട്. ഇനി അടുത്ത പ്ലാന്റ്സ് ഇത് 299 രൂപയുടെ തന്നെയാണ്. ഇതിലും ഉണ്ട് ഒരു 3-4 വെറൈറ്റി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഏത് പ്ലാന്റ് വേണം എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് കിട്ടാൽ മതി. ഫ്ലവറിൻ്റെ പിക്ക് ഇടുക. പിന്നെ എത്രാമത്തെ പ്ലാന്റ് എന്നൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് 3-മത്തെ. ഇതിന് അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. 4 ബ്രാഞ്ച് ഉണ്ട്. ഇത് ഒരുപാട് ഫ്ലവർ വിരിയണം ഇതാണ് കേട്ടോ. ഒരുപാട് ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇതിൽ. ബെഞ്ചായിട്ട് ഫ്ലവർ ഉണ്ടാവണ ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ഓറഞ്ച് പീച്ച് ഷെയ്ഡിൽ ഉള്ളിൽ യെല്ലോ കളർ വന്നിട്ട്. ഇതൊന്നും കേടല്ല കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഓരോ പ്ലാന്റും അയക്കുക. അത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇത് സിംഗിൾ പെറ്റിലല്ല, ഡബിൾ പെറ്റിൽ തന്നെയാണ്. ചിലപ്പോൾ അതിൽ സിംഗിൾ പെറ്റിൽ വിരിയും. അത് വളത്തിൻ്റെ കുറവുകൊണ്ടാണ്. നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നല്ല വലിപ്പമുള്ള ഫ്ലവർ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് 199 രൂപയുടെ ഫ്ലവേഴ്സ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 249 രൂപയുടെ കേട്ടോ. ഇത് അത്യാവശ്യം കോഡക്സും അത്യാവശ്യം ബ്രാഞ്ചസും ഒക്കെയുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഇത് ഫ്ലവറിൻ്റെ പിക്ക് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. വീഡിയോയിൽ അതിൻ്റെ കോഡക്സും വലുപ്പവും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് കോഡക്സ് പ്ലാന്റിന് പറിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാനത് അറിയിക്കും. ഒന്നുമില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാന്റ് ഞാൻ അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ പ്ലാന്റ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ്. അഡീനിയത്തിൻ്റെ ഇലകൾക്കെല്ലാം മുഖ്യം പ്ലാന്റിൻ്റെ കോഡക്സിന് എങ്ങനെയുണ്ടോ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹെൽത്തി പ്ലാന്റ് എങ്ങനെയാണെന്നുള്ളത്. ഒരുപാട് ഇലകൾ ഉണ്ടാവില്ല അഡീനിയത്തിന്, ആവശ്യമില്ല. കാരണം ഫ്ലവറിങ്ങിനാണ് ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ കോഡക്സിനും. ഇതൊരു വെറൈറ്റി ഫ്ലവറാണ് കേട്ടോ. ഇത് പ്രൂൺ ചെയ്യാറായ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അവിടെ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്യുക. പ്രൂൺ ചെയ്തതിന് ശേഷം ആ കമ്പ് കുത്തിയാൽ ഈ സീസണിൽ ഉണ്ടാവും, മഴയില്ലാന്നുണ്ടെങ്കിൽ കേട്ടോ. മഴയില്ലാത്ത സമയത്ത് വേണം നമ്മൾ അഡീനിയത്തിനെ എപ്പോഴും പ്രൂൺ ചെയ്യാനായിട്ട്. ഇതിൽ കുറേ മുട്ടുകളുണ്ട്. നല്ല സ്ട്രോങ് കോഡക്സ് ആണ്. ഇത് നല്ല വലിപ്പമുള്ള ഫ്ലവർ കേട്ടോ. ഭയങ്കര വലിപ്പമാണ്, നല്ല വെയിറ്റ് അതുകൊണ്ട് വളഞ്ഞിരിക്കുള്ളൂ ഈ പ്ലാന്റ്സ്.
ഇത് പ്രൂൺ ചെയ്യാൻ വേണം. ബ്രാഞ്ചസ് നോക്കിയിട്ട് കാര്യമില്ല, താത്തി പ്രൂൺ ചെയ്യണം. അതിൻ്റെ സ്റ്റെം നല്ല തിക്കായിട്ട് വന്നാലേ അതിൻ്റെ ഫ്ലവറിനെ താങ്ങാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കും. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റൊക്കെ തന്നെയാണ് കേട്ടോ. 249 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഒട്ടും നഷ്ടമില്ല. ഇതൊരു വെറൈറ്റി പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ, റോസ് കളറിന്. ഇതിന് അത്യാവശ്യം ബ്രാഞ്ചസും ഉണ്ട്, നല്ല കോഡക്സ് ആണ്, അത് കേടൊന്നുമല്ല കേട്ടോ. എപ്പോഴും ഒരു കേട് വരാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. അപ്പം ഇനി കാണാൻ പോകുന്ന പ്ലാന്റ്സ് എല്ലാം 275 രൂപയുടെ പ്ലാന്റ്സ് ആണ്. ഇത് ഡബിൾ കളർ യെല്ലോ വിരിയുമ്പോൾ മുകളിലൊരു ഫ്ലവർ പോലെയുണ്ട്. അതിനുശേഷം അത് ഒരു പിങ്കിലേക്ക് മാറിയിട്ടാണ് ഒരാഴ്ചയ്ക്ക് ശേഷം കൊഴിഞ്ഞു വീഴുക. ഇത് ഒരുപാട് ബെഞ്ചായിട്ടുണ്ടാവുന്ന, അതിൻ്റെ ഫ്ലവർ താങ്ങാൻ പറ്റാണ്ട് ഇത് പ്രൂൺ ചെയ്യാറായ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഫ്ലവർ താങ്ങാൻ പറ്റാണ്ട് വളഞ്ഞാണ് നിൽക്കുന്നത്. അത്യാവശ്യം വലിയ കോഡക്സ് ആണ്. പിന്നെ നമ്മൾ കൊറിയർ അയക്കണത് DTDC വഴിയാണ്, കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിന് നല്ല തിക്നെസ് വേണം. അപ്പോൾ ഇത്രയും വളരാൻ സമ്മതിക്കാണ്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാലേ ഇതൊക്കെ ശരിക്കും കിട്ടുള്ളൂ, വളയാണ്ട് നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. എല്ലാ പ്ലാന്റ്സും, ഒട്ടുമിക്ക പ്ലാന്റ്സുമായിട്ട് പ്രൂൺ ചെയ്യാറായതാണ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല സ്ട്രോങ് തന്നെയാണ്, അധികം ഹൈറ്റ് പോയിട്ടില്ല. യെല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ പെട്ടെന്ന് വീഡിയോ വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.